ഹലോ വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് ഗൗരി പാർവതി. നമ്മളെ കേൾക്കാൻ ആളുള്ളപ്പോഴല്ലേ നമുക്കും കഥകളിലൂടെ വാചാലയാവാൻ തോന്നുക. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നമ്മുടെ കഥ മടുപ്പാണെങ്കിൽ പിന്നെ അവിടെ കൂടുതൽ പറയുന്നതിലൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് മിണ്ടാപ്പൂച്ച എന്ന് വിളിപ്പേരുള്ള എന്നെ കിലുക്കാമ്പെട്ടി എന്ന വിളിപ്പേരിലോട്ട് കൊണ്ടെത്തിച്ചതും അന്ന് കൂടെയുണ്ടായിരുന്ന പലരും തന്നെയായിരുന്നു. മിണ്ടാപ്പൂച്ച മിണ്ടി തുടങ്ങിയപ്പോൾ മനസ്സിലായി ഉള്ളിൽ ഒളിച്ചിരുന്ന ഒരു വായാടിയെയാണ് അവർ പുറം ലോകം കാണിച്ചതെന്ന്. കോളേജിൽ എൻ്റെ റൂംമേറ്റ് ആയിരുന്ന മായക്കുട്ടി എപ്പോഴോ പറഞ്ഞതാണ്, നിന്റെ കഥകൾ കേട്ടിരിക്കാൻ നല്ല രസമുണ്ടല്ലോ, എന്നാൽ പിന്നെ നിനക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, എന്നിട്ടിങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരിക്കാമല്ലോ എന്ന്. അന്നത്തെ ആ മോട്ടിവേഷനാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ യൂട്യൂബ് ചാനൽ. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മളെ കേട്ടിരിക്കാൻ ആളുള്ളപ്പോൾ മാത്രം നമ്മൾ വാചാലയായിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മടുപ്പാണെങ്കിൽ അരമണിക്കൂറുള്ള കഥ മിനിറ്റായി ചുരുക്കി പടിയിറങ്ങുകയാണ് ഞാനും ചെയ്യാറുള്ളത്. ഓരോ ദിവസത്തിനും ഒടുവിൽ അന്നത്തെ വിശേഷം ചോദിച്ചറിയാൻ ആളുള്ളപ്പോൾ ഓരോ ദിവസവും വിശേഷങ്ങളുടെ കൂമ്പാരം തന്നെയായിരുന്നു. പറഞ്ഞാലും തീരാത്ത കഥകളായിരുന്നു ഓരോ ദിവസവും ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ ഒരാൾ ഇല്ലാതെ വരുമ്പോഴോ ദിവസത്തിൻ്റെ ദൈർഘ്യം പോലും കുറഞ്ഞുപോയോ എന്നായി സംശയം. അതുകൊണ്ട് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു സങ്കടങ്ങളും ഓരോ ദിവസത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ കേട്ടിരിക്കാൻ ആളുള്ളത് ഒരു അനുഗ്രഹം തന്നെയാണ്, ഒരു സന്തോഷം തന്നെയാണ്. നിങ്ങളുടെ മനസ്സിലും ഒരാളുടെ മുഖം ഇങ്ങനെ മിന്നി മാഞ്ഞിട്ടുണ്ടാവും അല്ലേ? അവർക്ക് ഈ റീൽ അയച്ചു കൊടുക്കണം. ഓക്കെ, ബൈ, ടാറ്റാ.